3 സ്ട്രേറ്റ് സെക്കൻഡ് ബേസ് ഫിനിഷസ്, വർഷങ്ങളായിട്ടുള്ള മീംസ്, വർഷങ്ങളിലെ ട്രോൾസ്, വർഷങ്ങളായിട്ടുള്ള ട്രസ്റ്റ് ദ പ്രോസസ്. ഇതിനൊക്കെ ശേഷം ആർട്ടൻ്റെ ആർസണൽ നല്ല ഫൈനലി പ്രീമിയർ ലീഗ് വിൻ ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ബോൺമൗത്തും മാഞ്ചസ്റ്റർ തമ്മിൽ മാച്ച് ഉണ്ടായത്, അത് 1-1 ഡ്രോ ആയി. അതുകൊണ്ട് തന്നെ ഒരു ഗെയിം വീക്ക് ബാക്കി തന്നെ ആർസണൽ അങ്ങനെ പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആയിരിക്കുകയാണ്. അപ്പോൾ ആർട്ടറ്റയ്ക്കും പുള്ളിക്കാരൻ്റെ എൻ്റയർ ടീം നമ്മൾ അതിൻ്റെ ക്രെഡിറ്റ് കൊടുത്തേ മതിയാവും. കാരണം ഇതിൽ കുറേ വർഷമായിട്ട് ഇതിന് വേണ്ടി കമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 3 വർഷമാണ് അവർ സെക്കൻഡ് ബേസിൽ ഫിനിഷ് ചെയ്യേണ്ടത്. അപ്പോൾ 2 വട്ടം അത് മൈറ്റി പെപ് ഗാർഡിയോലയുടെ മുമ്പിലാണെങ്കിൽ ഒരു വട്ടം അത് ആർനെ സ്ലോട്ടിന് മുമ്പിൽ അടിയാറ വെക്കേണ്ടി വന്നു. അപ്പോൾ 2019 ആർട്ടറ്റ ആർസണലിലെ മാനേജറിയൽ ജോബ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പുള്ള ഒരു ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആർസൻ വെങ്ങർ. ആർസണലിന് വേണ്ടി എത്രയോ ട്രോഫികൾ അടിച്ചൊരു മാനേജറാണ് ആർസൻ വെങ്ങർ എന്ന് പറയുന്നത്. അപ്പോൾ 2003-04 സീസണിൽ ആർസൻ വെങ്ങർ ആർസണലിനെയും കൊണ്ടിട്ട് ഒരു ഇൻവിൻസിബിൾ റൺ നടത്തുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 38 മത്സരം ഉണ്ടാകുന്നതിന് നടത്തി 26 വിന്നും 12 ഡ്രോയും 0 ലോസ് ആയിട്ട് ഒരു ലോസ് പോലും ഇല്ലാണ്ട് ആ സീസൺ അങ്ങനെ ഫിനിഷ് ചെയ്യാണ്. അപ്പോൾ 90 പോയിന്റ് സീസൺ ഫിനിഷ് ചെയ്യുന്നത്. പക്ഷേ അതിന് ശേഷമുള്ള 14 സീസൺ ആർസൻ വെങ്ങർ ആർസണലിനെ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഫസ്റ്റ് 12 കൊല്ലവും ടോപ്പ് 4 കൺസിസ്റ്റൻ്റ്ലി ഫിനിഷ് ചെയ്യാൻ ആർസൻ വെങ്ങറിന് പറ്റുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് 2 കൊല്ലം 5th-ഉം 6th-ഉം സ്ഥാനങ്ങളായിട്ട് ആർസൻ വെങ്ങറിൻ്റെ സീസൺ എൻഡ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഉനായി എമറിയാണ് ടീമിലേക്ക് വരുന്നത്. ഉനായി എമറിൻ്റെ അണ്ടറിലുള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കര കയോട്ടിക് എൻവിറോൺമെൻ്റ് ആയിരുന്നു. ടീമിൽ ഏജ് ആയിട്ടുള്ള പ്ലേയേഴ്സാണ് ഉണ്ടായത്. അപ്പോൾ മെൻറ്റാലിറ്റി പ്രശ്നങ്ങളുണ്ടായിരുന്നു, ഡിസിപ്ലിനറി പ്രശ്നങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ കുഴഞ്ഞു മറിക്കുന്ന ഒരു ടീമിനാണ് ആർട്ടറ്റയ്ക്ക് കിട്ടുന്നത്. 2019 ഡിസംബറിലാണ് ആർട്ടറ്റ ടീമിൻ്റെ ചാർജ് എടുക്കുന്നത്. ആ സീസൺ 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ചെൽസിനെ തോൽപ്പിച്ചുകൊണ്ട് FA കപ്പ് ഫൈനലിൽ ആർട്ടറ്റ അടിക്കുകയാണ്. തൊട്ടടുത്ത സീസൺ, അതായത് 20-21 സീസണിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ ആർട്ടറ്റയ്ക്ക് പറ്റുന്നില്ല. ആർട്ടറ്റൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ളൊരു സീസണായിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും ട്രോഫി വൈസ് നോക്കുമ്പോൾ. പക്ഷേ പുള്ളിക്കാരൻ ആർസണലിൽ പല മാറ്റങ്ങൾ ആ സീസണിൽ കൊണ്ടുവരാം. ട്രോഫിയും കാര്യങ്ങളും ഇല്ലെങ്കിൽ പോലും പല മാറ്റങ്ങളും ആർസണലിൽ ആ സീസണിൽ കൊണ്ടുവരുന്നുണ്ട് ആർട്ടറ്റ. അതിൽ ഒന്നാമത് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് മെൻറ്റാലിറ്റി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്, അതേപോലെ തന്നെ ഏജിങ് പ്ലേയേഴ്സും. ടീമിൻ്റെ മൊത്തം മെൻറ്റാലിറ്റിയും സ്ട്രക്ചറും മാറ്റാണ്. അതായത് ഒരു പ്ലെയറിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിൽ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഒരു സ്ട്രക്ചർ ടീമിന് കൊണ്ടുവരാൻ വേണ്ടി ആർട്ടറ്റ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ ഏജിങ് പ്ലേയേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മെസ്യൂട്ട് ഓസിലിനെ പ്രസിംഗ് സിസ്റ്റത്തിന് ആപ്റ്റായിട്ടുള്ള, അതായത് ആർട്ടറ്റൻ്റെ പ്രസിംഗ് സിസ്റ്റത്തിന് ആപ്റ്റായിട്ടുള്ള വേറെയല്ല മെസ്യൂട്ട് ഓസിൽ. അപ്പോൾ പുള്ളിക്കാരനെ ടീമിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അതേപോലെ ഒബാമയാങ് ആദ്യം പുള്ളിക്കാരൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, ക്യാപ്റ്റൻ ആക്കുന്നുണ്ട്. പക്ഷേങ്കിൽ പുള്ളിക്കാരൻ ഡിസിപ്ലിനറി പ്രശ്നങ്ങൾ, ട്രെയിനിങ് ഗ്രൗണ്ടിൽ ലേറ്റ് ആയി വരുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതേപോലെ ടീമിൽ നിന്ന് മാറ്റാണ് ഒബാമയാങ്ങിനെ. ഗണ്ടൂസിനെ ടീമിൽ നിന്ന് മാറ്റുന്നുണ്ട്. അങ്ങനെ പല പ്ലേയേഴ്സിനെ, സോക്രറ്റീസ്, അങ്ങനെ പല പ്ലേയേഴ്സിനെ ടീമിൽ നിന്ന് മാറ്റാണ്. പക്ഷേ ഈ സമയത്ത് പുള്ളിക്കാരൻ ചെയ്ത ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യങ് കോർ ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സിനെ ടീമിലേക്ക് ഇൻവോൾവ് ചെയ്യാണ്. അത് ഹെയ്ലൻഡിൽ സ്മിത്ത് റോവനെ, അതേപോലെ തന്നെ ബുക്കായോ സാക്ക ഇപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് ആർസണൽ ഞാൻ പറയാൻ തന്നെ അറിയാൻ പറ്റും. പ്ലേയേഴ്സിനെ കൊണ്ടുവരികയാണ്. അതേപോലെ തന്നെ പിന്നെ ഈ കപ്പടിച്ച് ഈ ട്രയംഫ് ചെയ്ത ടീമിലേക്ക് വരുന്ന മിക്ക പ്ലേയേഴ്സും യങ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ പുള്ളിക്കാരൻ സ്കൗട്ട് ചെയ്യാണ്. അതായത് 2 മെയിൻ ടവറിംഗ് CB സാലിബയും ഗബ്രിയൽ മെഗലസിനെയും പുള്ളിക്കാരൻ ടീമിലേക്ക് കൊണ്ടുവരാണ്. അതേപോലെ തന്നെ ഡെക്ലൻ റൈസിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, ബെൻ വൈറ്റിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ പുള്ളിക്കാരൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സീസൺ അങ്ങനെ എൻഡ് ചെയ്യുന്നു. അതായത് തൊട്ടടുത്ത സീസൺ ഇവർ 5th സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു, 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്നു. അതൊരു നോർമൽ സീസണായിട്ട് എൻഡ് ചെയ്യുന്നു. പക്ഷേ തൊട്ടടുത്ത സീസൺ 2022-23 സീസൺ തൊട്ടാണ് ആർസണലിന് ട്രോഫിക്ക് വേണ്ടി മെയിൻലി കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ആർസണലിൽ പ്രീമിയർ ലീഗിലെ ഏറ്റവും യങ്ങസ്റ്റ് സ്ക്വാഡിനെ വെച്ചിട്ട് പെപ് ഗാർഡിയോളയുടെ സിറ്റിനെയും ഒക്കെ കോമ്പീറ്റ് ചെയ്യാണ്. ആ സീസണിൽ മിക്കവാറും ടൈമിലും ആർസണൽ ടോപ്പിൽ നിന്ന്, പക്ഷേ ഇൻഎക്സ്പീരിയൻസ് കാരണം, ഇഞ്ചുറി പ്രശ്നങ്ങളും കാരണങ്ങളും ഒക്കെ കൊണ്ട് ആ അവസാനം മാൻ സിറ്റി തന്നെ കപ്പടിക്കുകയാണ്. അപ്പോൾ 2023-24 സീസൺ വീണ്ടും ഇവർ ഇതേ സ്ക്വാഡും കൊണ്ട് ഡിഫൻസീവ് പ്രശ്നങ്ങൾ മാറ്റി നിർത്തി കുറച്ചും കൂടി നല്ല ബാലൻസ് ആയ ടീമൊക്കെ ആയിട്ട് ഇവർ പിന്നെയും കോമ്പീറ്റ് ചെയ്യാൻ പോവാണ്. പക്ഷേ ആ സീസണും ഇതേപോലെ തന്നെ മാൻ സിറ്റിൻ്റെ മുമ്പിൽ ടീം തോറ്റു പോവാണ്. അപ്പോൾ മാൻ സിറ്റി അടിക്കുകയാണ്. അപ്പോൾ ആ സീസണൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഒരു സ്റ്റെഫൻ ഓർട്ടഗൻ്റെ സേവൊക്കെ ഓർമ്മ ഉണ്ടാവും. സൺ ഹ്യൂമിങ്ങിൻ്റെ ഒരു ഷോട്ട് പുള്ളിക്കാരൻ കയറി വന്ന് സേവ് ചെയ്തൊക്കെ, അതൊക്കെ ഭയങ്കര ഒരു മൊമെൻ്റ് ഞാൻ ഇപ്പം കണ്ടത്, എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അത് തൊട്ടടുത്ത സീസൺ 2024-25 സീസൺ ആർനെ സ്ലോട്ട് വരികയാണ്. ഇപ്പം കപ്പടിക്കാൻ ഈ സമയത്ത് വന്നിട്ടാ തലവരെ ഇവിടുന്ന് ഒരാൾ വന്ന് മൊട്ടസാർ അങ്ങനെ കപ്പടിക്കുകയാണ്. മൊട്ടസാർ ലിവർപൂളിനെ കൊണ്ടൊരു അടിപൊളി റൺ നടത്തി കപ്പടിക്കുകയാണ്. ക്ലോപ്പ് പോയിട്ട് ലിവർപൂൾ മൊത്തം തകർന്ന് വെച്ച് നിന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് സ്ലോട്ട് കപ്പടിച്ചിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ സീസൺ വീണ്ടും ആർസണലിൽ തൻ്റെ ഡിഫൻസീവ് പ്രശ്നങ്ങൾ മാറ്റി നിർത്തി, അതായത് അവർ ചെയ്ത ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കളിയാക്കുന്നുണ്ടാവും കോർണർ FC അല്ലെങ്കിൽ സെറ്റ് പീസ് എന്ന് പറഞ്ഞാൽ ആർസണൽ കളിയാക്കുന്നുണ്ടാവും. അപ്പോൾ സെറ്റ് പീസ് കണ്ട് കഴിഞ്ഞാൽ ആർസണൽ ഭയക്കണം എന്ന രീതിയിലേക്ക് ആർസണൽ മാറുകയാണ്. ഡിഫൻസീവ് സ്റ്റെബിലിറ്റി വെച്ച് നോക്കുമ്പോൾ യൂറോപ്പിലെ ഏറ്റവും ബെസ്റ്റ് ടീം എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആർസണൽ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആർസണൽ അങ്ങനെ മാറുകയാണ്, ഏറ്റവും ബെസ്റ്റ് ഡിഫൻസീവ് സൈഡായിട്ട് മാറുകയാണ്, ഏറ്റവും നല്ല സെറ്റ് പീസ് ടീമായിട്ട് മാറുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ട് അവർ കളികൾ വിൻ ചെയ്യുകയാണ്. അങ്ങനെ ഫൈനലി ആർട്ടറ്റ ആഗ്രഹിച്ച ആ പ്രീമിയർ ലീഗ് പുള്ളിക്കാരൻ എമിറേറ്റ്സിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ പുള്ളിക്കാരന് സീസൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിപൊളി സീസണാണ്. കാരണം ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലുണ്ട്, പ്രീമിയർ ലീഗ് ഇത്രയും കാലമായിട്ട് കിട്ടാത്ത പ്രീമിയർ ലീഗ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സീസൺ പ്രീമിയർ ലീഗ് അടിച്ചു. ഇനി ചാമ്പ്യൻസ് ലീഗിൻ്റെ അകത്ത് പാരീസ് സെയിന്റ് ജർമ്മനെ പൊട്ടിച്ച് PSG പൊട്ടിച്ച് കപ്പടിക്കാൻ പറ്റുകയാണെങ്കിൽ ആർസണലിൻ്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും ബെസ്റ്റ് ഫിഗറായിട്ട്
ആർട്ടറ്റയ്ക്ക് മാറാൻ പറ്റും. കാരണം ഇതേവരെ ആർസണൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടില്ല. ആ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി എമിറേറ്റ്സിൽ എത്തിക്കാൻ ആർട്ടറ്റയ്ക്ക് പറ്റുകയാണെങ്കിൽ ആർട്ടറ്റ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച മാനേജറായിട്ട് വാഴ്ത്തപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അതായത് ആർട്ടറ്റയ്ക്ക് കപ്പ് അടിക്കാൻ പറ്റും, ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? കമൻറ്റ് ചെയ്യുക. അൺടിൽ നെക്സ്റ്റ് ടൈം, പീസ് ഔട്ട്.